നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ റെയിൽവേയുടെ ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ഇന്നു മുതലാണ് ആരംഭിച്ചിരിക്കുന്നത്. 20 ജനുവരി 2024 മുതൽ നിങ്ങൾക്കിത് ഓൺലൈനിലായിട്ട് അപ്ലൈ ചെയ്യേണ്ട അവസരമുണ്ട്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ലിങ്ക് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ആപ്ലിക്കേഷൻ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വെബ്സൈറ്റിലേക്ക് സന്ദർശിക്കുക, അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു കാര്യം മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ ഒക്കെ recruitment.rrb.in എന്നൊന്ന് സെർച്ച് ചെയ്യുക. recruitment.rrb.in എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെന്നൈ RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിക്കുന്നതാണ്. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ചെന്നൈ എന്നുള്ള ഈ ഒരു പേജ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ആദ്യം തന്നെ 1/2024 എന്ന കാറ്റഗറി നമ്പറും അതോടൊപ്പം റിക്രൂട്ട്മെൻറ്റ് ഓഫ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ALP എന്നും കാണും. ഓപ്പണിംഗ് ഡേറ്റ് 20/1/2024, ക്ലോസിംഗ് ഡേറ്റ് 19/2/2024 എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ഹിയർ ടു വ്യൂ നോട്ടിഫിക്കേഷൻ എന്ന് കാണാം. അതേപോലെ ഇപ്പുറം ഭാഗത്തായിട്ട് അപ്ലൈ ഓൺലൈൻ എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അപ്ലിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് അപ്ലൈ ഓൺലൈൻ എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അവസാന തീയതിയിലേക്കൊക്കെ നിൽക്കുന്ന സമയത്ത് സൈറ്റ് ഒരുപാട് ബിസി ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഇവിടെ അപ്ലൈ എന്ന് മുകളിൽ റെഡിലൊരു സ്ക്വയർ ആയിട്ട് കാണും, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ അക്കൗണ്ട്, അതുപോലെ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്നുണ്ടാവും. ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ അക്കൗണ്ട് ഒന്ന് എടുക്കുക. അതിനുശേഷം അവിടെ ഡിക്ലറേഷൻ ഉണ്ട്, അതൊന്ന് റീഡ് ചെയ്ത ശേഷം ഇവിടെ ഫീസിൻ്റെയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കാൻഡിഡേറ്റ്സ് ഡൗൺലോഡ്, ആദ്യം നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അതിനുശേഷം അത് കംപ്ലീറ്റ് ആയിട്ട് റീഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാൻഡിഡേറ്റ് മസ്റ്റ് അപ്ലൈ ഓൺലൈൻ ത്രൂ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് RRB. അതായത് ഒരുപാട് ഫേക്കും കാര്യങ്ങളൊക്കെ ഇത് സംബന്ധിച്ച് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി, RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. കാൻഡിഡേറ്റ് മസ്റ്റ് എൻഷുർ ദാറ്റ് ദേ ഫുൾഫിൽ ദി, അതായത് നിങ്ങൾക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ ഫുൾ കംപ്ലീറ്റ് ആയിരിക്കണം. ഒരു അപ്ലിക്കേഷൻ മാത്രമേ ഒരാൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കൂ. ഒരാൾക്ക് ഒരു അപ്ലിക്കേഷൻ മാത്രമേ അയക്കാൻ വേണ്ടി സാധിക്കൂ. പിന്നെ എക്സാമിനേഷൻ ഫീയുടെ കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്. ജനറൽ EWS OBCക്കൊക്കെ 500 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. SC ST എക്സ് സർവീസ് ആണ്, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്, അതിനകത്ത് EBCക്കകത്ത് OBCയും EWSഉം ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. EBC ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് OBC ഓർ EWS എന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ 250 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക. ഇതിൽ 500 രൂപയാണ് നിങ്ങൾ അടയ്ക്കുന്നത് എങ്കിൽ നിങ്ങൾക്കതിൽ 400 രൂപ റിട്ടേൺ ആയിട്ട് റീഫണ്ട് ആയിട്ട് വരുന്നതാണ്. 250 രൂപയാണ് അടക്കുന്നതെങ്കിൽ 250 രൂപ നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് വരും. പക്ഷേ രണ്ടിലും ട്രാൻസാക്ഷൻ ചാർജും കാര്യങ്ങളൊക്കെ, ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ ചാർജും കാര്യങ്ങളൊക്കെ കട്ടാവുന്നതാണ്. മോഡ് ഓഫ് പേയ്മെൻറ്റ് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുക, ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുക, നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യുക, UPI ഉപയോഗിക്കുക തുടങ്ങിയ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. മാൻഡേറ്ററി ആയിട്ടുള്ള സ്കാൻഡ് ഡോക്യുമെൻസിൻ്റെ കാര്യം കൂടി പറയുന്നുണ്ട്. റീസെൻറ്റും ക്ലിയറും ആയിട്ട് അതായത് ഇപ്പോൾ നിങ്ങൾ അടുത്ത കാലത്ത് എടുത്തിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം, ക്ലിയർ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കണം. ഇമേജിൻ്റെ സൈസ് ഉണ്ട് 30 KB മുതൽ 70 KB ആണ് ഫോട്ടോഗ്രാഫിൻ്റെയൊക്കെ സൈസ് പറയുന്നത്. വിയറിങ്, അതായത് നിങ്ങൾ തൊപ്പി വെക്കാനോ കണ്ണട വെക്കാനോ ഒന്നും പാടില്ല. അതായത് കൂളിംഗ് ഗ്ലാസ് മോഡലിൽ ഗ്ലാസ് കാര്യങ്ങളൊന്നും വെക്കാത്ത രീതിയിലുള്ള ഫോട്ടോ തന്നെ ആയിരിക്കണം. 12 കോപ്പീസ് ഓഫ് സെയിം ഫോട്ടോഗ്രാഫ്, അത് നിങ്ങൾ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ നടക്കുന്ന സമയത്ത് ഇതിൻ്റെ 12 കോപ്പീസ്, സെയിം ഫോട്ടോയുടെ 12 കോപ്പി കൂടി നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതായിട്ട് വരും. 30 മുതൽ 70 KB വരെ ഡോക്യുമെൻറ്റ്സ്, അതായത് നിങ്ങളുടെ സിഗ്നേച്ചർ, ബാക്കി ഡോക്യുമെൻറ്റ്സിനൊക്കെ സെയിം സൈസ് തന്നെയാണ് പറയുന്നത്. SC ST സർട്ടിഫിക്കറ്റ് PDF ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. 500 KB വരെ അത് സൈസ് പോകാവുന്നതാണ്. നിങ്ങളുടെ തന്നെ മൊബൈൽ നമ്പറും മെയിൽ ID കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ്. കാരണം അതുവഴിയാണ് നിങ്ങൾക്ക്
ഫർദർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ റെയിൽവേ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ റീഡ് ചെയ്തു എന്നുള്ളതൊന്ന് ടിക്ക് ചെയ്ത ശേഷം നിങ്ങൾ പ്രൊസീഡ് കൊടുത്തിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ രജിസ്ട്രേഷൻ്റെ ഭാഗത്തേക്കാണ് കിടക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയുന്നത് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാവുന്നതാണ്, നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ അപ്ലിക്കേഷൻ ലിങ്ക് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇവിടെ മെയിനായിട്ട് ചോദിക്കുന്നത് നിങ്ങൾ RRB നിങ്ങൾ എന്തെങ്കിലും എക്സാം എഴുതിയിട്ട് E-bar ചെയ്തിട്ടുണ്ടോ ചോദിക്കുന്നുണ്ട്. PWBD ആണോ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട്, ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, എന്തെങ്കിലും നിങ്ങളുടെ പേര് മാറ്റിയിട്ടുണ്ടോ, എല്ലാം റീ എൻട്രി ചെയ്യേണ്ട, ഒന്നുകൂടി എൻ്റർ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. ഫാദർ നെയിം, മദർ നെയിം, ആധാറിൻ്റെ നമ്പർ, വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. ഇമെയിൽ ID യിൽ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ OTP ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട്. പാസ്വേഡ് ഒന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവണം, സ്മോൾ ലെറ്റർ ഉണ്ടാവണം, സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാവണം, നമ്പർ ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ക്യാപ്ച കൂടി എൻ്റർ ചെയ്തിട്ടാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇതേ പാസ്വേഡ് യൂസർ നെയിം വെച്ച് മുൻപ് കണ്ട ഭാഗത്ത് വന്നിട്ട് അപ്ലൈ ഓൺലൈൻ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യാണ് വേണ്ടത്. അതിനുശേഷമാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സംശയങ്ങളും കാര്യങ്ങളൊക്കെ ടെലഗ്രാമിലും ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.